വയോധികയുടെ കാതർത്ത് സ്വർണം കവർന്നു. ഒറ്റയ്ക്ക് താമസിച്ചു വന്നിരുന്ന വയോധികയെ വീട്ടിൽ കയറി മർദ്ദിച്ച് അവശയാക്കിയ ശേഷമാണ് കാതിലും കഴുത്തിലും ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തത്. കൊല്ലം കുന്നിക്കോട് പച്ചിലവളവിൽ പുഷ്പവിലാസത്തിൽ 85 വയസ്സുള്ള ഹൈമാവതിയാണ് ആക്രമിച്ച് സ്വർണം കവർന്നത്. കഴിഞ്ഞ രാത്രി 12 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. വീട്ടിൽ ഹൈമാവതി തനിച്ചാണ് താമസിച്ചു വന്നത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ മോഷ്ടാവ് വീടിൻ്റെ അടുക്കളയിലൂടെ മേൽക്കൂരയിലുള്ള ആസ്ബറ്റോസ് ഷീറ്റ് ഇളക്കിമാറ്റിയാണ് അകത്ത് കടന്നത്. ഉറക്കത്തിലായിരുന്ന ഹൈമവതിയുടെ അടുത്തെത്തി വായിലും മൂക്കിലും കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു ഭീഷണിപ്പെടുത്തി. മോഷ്ടാവ് ഹൈമവതിയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുക്കുകയും കാതിലുള്ള കമ്മൽ വലിച്ചെടുക്കുകയും ചെയ്തു. ഇടത് കാതിന് മുറിവ് പറ്റിയിട്ടുണ്ട്. മോഷ്ടാവ് പിന്നീട് ഹൈമവതിയുടെ സ്മാർട്ട് ഫോണും കൊണ്ടാണ് കടന്നു കളഞ്ഞത്. ഹൈമവതിയുടെ പക്കലുള്ള മറ്റൊരു ഫോണിൽ മക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ പോലീസിനെ വിവരമറിയിച്ചു. ഓടിക്കൂടിയ അയൽക്കാരും ബന്ധുക്കളും ചേർന്ന് ഹൈമവതിയെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാതിന് 4 തുന്നിക്കെട്ടലുണ്ട്. കുന്നിക്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പോലീസ് വരുന്നെന്ന് പറഞ്ഞ പിന്നെ അതുപോലെ നമ്മുടെ ആഭരണങ്ങളൊക്കെ പിടിച്ചു മേടിച്ചോ? ബാക്കിയെല്ലാം എന്റെ ഈ വേറൊന്നും ഇല്ല. ഒരു കൊച്ചു മാലയാ 1.5 പവന്റെ കട്ടിയുള്ള എണ്ണം കഴുത്തോട്ടം കിടന്നേ. അതും വലിച്ചിങ്ങനെ പറിച്ചു. ഈ ചെവിന്ന് കമ്മല് അത് വേറെ ഒന്നും എടുത്തതും ചോദിച്ചതും പറഞ്ഞതും ഒന്നുമില്ല, മിണ്ടിയതുമില്ല. അല്ല അവൻ അന്നേരം വാക്കാൻ തുടങ്ങിയപ്പോ മിണ്ടരുതെന്ന് പറഞ്ഞു. മലയാളിയാവൻ. അത്ര പേരില്ല. 12 മണിയായി. ഞാൻ വായിച്ച് നോക്കി. മുറിയിൽ അവിടെ ഒളിച്ചിറങ്ങി അതിലേക്കൂടെ വന്നതായിരിക്കും. ഞാൻ അവിടെ പൂച്ചയായിരിക്കും എന്ന് വിചാരിച്ചാ അകത്തോട്ട് പോയത്. പോയില്ല, അപ്പുറത്തെങ്ങും പോയില്ല. ആ മുറിയിൽ വന്ന ഉടനെ ആയി പിന്നെ വായിക്ക് പൊത്തിപ്പിടിച്ച് ആരടാ ഞാൻ ചോദിച്ചു, ആരടാ നീ എന്തുവാന്ന് ചോദിച്ചു. അപ്പൊ സത്യത്തിന് ഞാനങ്ങ് ഭയന്നു പോയി. അപ്പോഴത്തേക്ക് അവൻ വായിക്ക് പൊത്തി അങ്ങ് പിടിച്ച് പെട്ടെന്ന് പറിച്ചെടുത്തോണ്ട് അങ്ങ് പോവുകയും ചെയ്ത്. 10 മിനിറ്റ് കൂടുതലൊന്നും നിന്നില്ല. പെട്ടെന്നായിരുന്നു. കയ്യിൽ വേറെ ആയുധങ്ങളോ ഒന്നുമില്ല.